ക്ഷമ നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്. മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വാർഡിന്റെ വിവിധ മേഖലകളിൽ ഈ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം പോവുകയും വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വാർഡ് സഭ വിളിച്ചു ചേർത്തതിന്റെ തന്നെ ഉദ്ദേശം ഈ കഴിഞ്ഞ 2010-11 വർഷകാലത്ത് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഒരു അവലോകനം അത് എത്രത്തോളം നടപ്പിലാക്കി കഴിഞ്ഞ് എത്രത്തോളം ഉണ്ട് അത് ഈ മാർച്ച് മാസം 31-ാം തീയതിക്കുള്ളിലായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. അതിന്റെ ഒരു അവലോകനം. പിന്നെ അതിനുശേഷം നമ്മൾ 11-12 വർഷക്കാലത്തെ ഉള്ള പുതിയ പദ്ധതിയുടെ കരട് അംഗീകാരം, അത് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഓരോ വിഭാഗത്തിനും വേണ്ടി കരട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടി ഇവിടെ നിങ്ങളെ അംഗീകാരം വാർഡ് സഭയിലുള്ള അംഗീകാരം വേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കേരള സർക്കാർ ഈ നഗരസഭകളിലെ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു തീരുമാനവും ചർച്ചയൊക്കെ ഈ വാർഡ് സഭയിൽ നിന്ന് ഉണ്ടായിട്ട് അത് അടുത്ത മാസം തന്നെ ഫെബ്രുവരി മാസം തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് അജണ്ടകൾ. അപ്പൊ ബാക്കി മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ പറയും. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് പത്മനാഭനായിരുന്നു. അപ്പം പനി കാരണം വരാൻ പറ്റൂല എന്നുള്ള അറിയിച്ചിട്ട് പകരം പെട്ടെന്ന് തന്നെ അതിന് നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചുമതലപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ വരേണ്ടത് ഒരു ശ്രീ കെ പ്രഭാകരനും കൂടി വരേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ എത്തിയതായി കാണുന്നില്ല. മറ്റുള്ള ഇവരാണ് വരും. പിന്നെ ഇപ്പം ബാക്കിയുള്ള അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം മറ്റു കാര്യങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷം ബാക്കി മറ്റുള്ള കാര്യങ്ങൾ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി ഷൈജിയെ ക്ഷണിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് മാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വാർഡ് മെമ്പർ മീന, CDF ഭരണസമിതി അംഗം ശകുന്തള, ഇവിടെയുള്ള വിനോദ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉദ്യോഗസ്ഥൻ മജീദ്, പ്രിയപ്പെട്ട വോട്ടർമാരെ, നാട്ടുകാരെ. ഇപ്പോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ വാർഡ് സഭ ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനായിരുന്നു. അസുഖം കാരണം ഇന്നത്തെ വാർഡ് സഭ, അതുകൊണ്ട് തന്നെ ഞാനാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കേണ്ടത് എന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വാർഡ് സഭയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതി ഏറ്റെടുത്തിട്ടുള്ള 2010-11 പദ്ധതിയുടെ അവലോകനവും, അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്ക് 2011-12 വർഷത്തേക്ക് എന്തൊക്കെ പദ്ധതികൾ വേണം എന്നുള്ള വർക്കിംഗ് ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും, അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിൽ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് അതിന്റെ ഒരു വിശദീകരണം കൂടിയാണ് ഇന്നത്തെ വാർഡ് സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂത്തുപറമ്പ് നഗരസഭ എന്ന് പറയുന്നത് ഒരു ഗ്രാമീണത നിലനിർത്തുന്ന, പ്രത്യേകിച്ച് ഈ ഒരു വാർഡൊക്കെ നല്ല ഒരു ഗ്രാമപ്രദേശമായിട്ട് കാണുന്ന ഒരു വാർഡാണ്. അതുപോലെ തന്നെ നഗരസഭയിലെ മിക്കവാറും സ്ഥലങ്ങൾ ഗ്രാമീണത ഒട്ടും തന്നെ പോവാത്ത ഗ്രാമപ്രദേശമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ വരുന്ന സമയത്ത് തന്നെ വാർഡ് പഞ്ചായത്തുകളിൽ ഉണ്ടാകുമ്പോൾ നഗരസഭകളിൽ ഇല്ലാത്തതിന്റെ ആക്ഷേപങ്ങൾ കുറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് കേരള സർക്കാരാണ് ഇപ്പോ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ വിശദീകരണം ശകുന്തള നടത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാർഡ് നമ്മുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി ചെയ്യാനുണ്ട്. പക്ഷെ പരിമിതമായ ഫണ്ടുകളുടെയും നമ്മുടെ നഗരസഭയുടെ തുച്ഛമായ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ചെയ്യാനൊന്നും കഴിയുന്നില്ലെങ്കിൽ നഗരസഭയിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോ
വെട്ടായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. നഗരസഭയിലെ ഏകദേശം എല്ലാ റോഡുകളും ടാർ ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ഇപ്പം ഏറ്റെടുക്കുന്ന റോഡുകളിൽ മാത്രമാണ് ടാറിംഗ് പ്രവൃത്തിയൊന്നും ചെയ്യാണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം നഗര ടൗൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വാഹനങ്ങളെയും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ നഗരസഭയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കൗൺസിലിന്റെ മിക്കവാറും പൈസ നമ്മൾ ഉപയോഗിച്ചത് ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം എടുക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ ആ പൈസ കൊണ്ട് മാത്രം കഴിഞ്ഞില്ല. അതോടുകൂടി 3 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് ആ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം എടുപ്പ് കഴിഞ്ഞിട്ടുള്ളത്. അത് 1.5 കോടി ഇപ്പോ കഴിഞ്ഞ ഭരണസമിതി തന്നെ അടച്ചു വീട്ടിയിട്ടുണ്ട്. ഇനി 1.5 കോടി കൂടി അടച്ചു വീട്ടാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് കെട്ടിടം എല്ലാ വാർഡ് സഭകളിലും എല്ലാവരും ആക്ഷേപമായി ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ വാർഡ് സഭകളിലൊക്കെ മാർക്കറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരം അവിടെ ഒരു മാർക്കറ്റ് പുതിയതായിട്ട് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തുകയും അതിനുശേഷം ടെൻഡറായി ആ വർക്ക് ഏറ്റെടുക്കാൻ നോക്കുന്ന സമയത്ത് ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കം നടക്കുന്ന സമയത്താണ് അവിടെ നിന്ന് കച്ചവടക്കാര് ഒരു സ്റ്റേ ഓർഡറുമായിട്ട് മുന്നോട്ട് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ